കഴിഞ്ഞ ദിവസമാണ് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിനിറങ്ങിയതിന്റെ പേരിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ഒരു വാർത്ത പുറത്തു വന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഈ ചെറുപ്പക്കാരന്റെ മൃതദേഹവുമായി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും ഏറ്റവും പൈശാചികമായ ഒരു കാര്യം, ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യയുടെയും വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് തൃണമൂൽ ഗുണ്ടകൾ അക്രമം അഴിച്ചുവിട്ടത്. ഈ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റ് തൃണമൂൽ കോൺഗ്രസിനെതിരെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കാളിയായി എന്ന തെറ്റാണ് തൃണമൂലിന്റെ കണ്ണിൽ ഈ ചെറുപ്പക്കാരൻ ചെയ്തത്. മമതാ ബാനർജി രാജ്യം കണ്ട ഏകാധിപതികളിൽ ഒരാളാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം തൃണമൂൽ കോൺഗ്രസിനെതിരെ പ്രതികരിക്കുന്നവരെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന നാലാംകട ക്രിമിനൽ സംസ്കാരത്തിലേക്ക് ബംഗാളിനെ മാറ്റിയത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലാണ്. പല ആളുകളും പറയുന്നുണ്ട് അവിടെ മമതാ ബാനർജി അധികാരത്തിൽ വരട്ടെ, മമതാ ബാനർജി അധികാരത്തിൽ വരട്ടെ എന്ന്. മമതാ ബാനർജി ഒരു നരേന്ദ്രമോദിയുടെ ഒരു പെൺപതിപ്പായി ബംഗാളിൽ മാറുകയാണ്. ബംഗാളിൽ മമതയ്ക്കെതിരെ പട നയിക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകരെ ആക്രമിക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നു, പ്രത്യേകിച്ച് CPM പ്രവർത്തകരെ ആക്രമിക്കുന്നു, RSPയുടെ പ്രവർത്തകന്മാരെ ആക്രമിക്കുന്നു, BJPക്കാരെ ആക്രമിക്കുന്നു. അത് കേന്ദ്രത്തിന്റെ ഭരണസ്വാധീനം ഉപയോഗിച്ച് BJP അടിക്ക് തിരിച്ചിടുന്ന ലൈനാണ് BJP ബംഗാളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനും CPM പഴയ പോലെ ശക്തി ബംഗാളിലില്ല. പക്ഷെ അവരുടെ കോട്ടകളിൽ അവർ തിരിച്ചടിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ബംഗാളിലെ മമതയുടെ ഏകാധിപത്യത്തിന് അന്ത്യം കുറിക്കണമെന്ന്, അല്ലെങ്കിൽ മമതാ സർക്കാർ അധികാരത്തിൽ നിന്ന് മാറി അവിടെ BJP വന്നാലും കുഴപ്പമില്ല എന്നൊരവസ്ഥയിലാണ് ബംഗാളിലെ ഇടതുപക്ഷ പ്രവർത്തകരും CPMകാരും കോൺഗ്രസുകാരും എല്ലാം ഉള്ളത്. കാരണം അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ, സ്വസ്ഥമായി രാഷ്ട്രീയം പറയാൻ, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഈ മമതാ ബാനർജി അനുവദിക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ മമതാ ബാനർജിയുടെ ഏകാധിപത്യത്തിനെതിരെ, മമതാ ബാനർജിയുടെ ഗുണ്ടാരാജിനെതിരെ, മമതാ ബാനർജിയുടെ അക്രമത്തിനെതിരെ, തൃണമൂൽ കോൺഗ്രസിന്റെ ക്രിമിനൽ പ്രവർത്തനത്തിനെതിരെ ഒരു വിധിയെഴുത്തായിരിക്കും ഇത്തവണ ബംഗാളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയുമോ? ഇല്ല, നിലവിലെ സാഹചര്യത്തിൽ മമതയ്ക്കെതിരെ അല്ലെങ്കിൽ മമതയെയും തൃണമൂലിനെയും തകർക്കുന്ന ഒരു വിധിയാകാനാണ് ബംഗാളിൽ സാധ്യത. അതിനൊട്ടേറെ കാര്യങ്ങളുണ്ട്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടായ ശക്തമായ അല്ലെങ്കിൽ വലിയ ശതമാനം പോളിംഗ് എന്ന് പറയുന്നത് അത് മാറ്റത്തിനായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ പോളിംഗ് ശതമാനം ഉയരുന്നത് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുകയും ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബംഗാളിൽ മമത വീഴാൻ അല്ലെങ്കിൽ മമതയുടെ കാലിടറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. അതും തൃണമൂൽ കോൺഗ്രസ് ആണ് ചെയ്യുന്നത്. ഇത് മമതയുടെ അറിവോട് കൂടിയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കലും ഏകാധിപതികൾക്ക് എല്ലാ കാലവും ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് ഒരു ഏകാധിപതിയായി മമതയ്ക്ക് ഭരിക്കാൻ കഴിയുമെന്ന് മമത കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നു CPMനോ കോൺഗ്രസിനോ നിലവിൽ ചേട്ടൻ പറഞ്ഞതുപോലെ വലിയ സ്വാധീനമില്ല ബംഗാളിൽ. എന്നാൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത അത്ര ദൂരെയാണ് കോൺഗ്രസിനും CPMനും ബംഗാൾ എന്നൊരു വിശ്വാസം എനിക്കില്ല. പക്ഷെ ബംഗാളിൽ നിന്ന് പടിയിറക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഈ ഉയർന്ന ശതമാനം പോളിംഗും ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഈ അക്രമ രാഷ്ട്രീയവും ഇതെല്ലാം അനുകൂലമാക്കാൻ പോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ BJPക്കായിരിക്കും. മമതയെ താഴെ ഇറക്കി BJPക്ക് അധികാരത്തിൽ ഏറാൻ കഴിയുന്നതിനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. എന്നാൽ കോൺഗ്രസിനും CPMനും ഒക്കെ ഒരു തിരിച്ചുവരവിനും ഉള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അധികാരം പിടിക്കുമെന്നല്ല, നിലവിലെ അവരുടെ രാഷ്ട്രീയ നില മെച്ചപ്പെടുത്താൻ അവർക്ക് കഴിയും. വരും വർഷങ്ങളിൽ വേണമെങ്കിൽ BJPയെ താഴെ ഇറക്കിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും അവിടെ തുറന്നു കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യം കോൺഗ്രസ് പ്രവർത്തകനെ കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഏത് സംസ്ഥാനം എടുത്താലും തെരഞ്ഞെടുപ്പിന് മുൻപ് ഏതെങ്കിലും ഒരു പാർട്ടിയിലെ പ്രവർത്തകൻ പ്രവർത്തിച്ചതിന്റെ പേരിൽ അദ്ദേഹം അക്രമം അഴിച്ചുവിടാതെ രാഷ്ട്രീയപരമായി ജനാധിപത്യ രീതിയിൽ വോട്ട് ചോദിക്കുക അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ അത് ആ പാർട്ടിക്ക്, അദ്ദേഹം മരിച്ചാൽ അത് ആ പാർട്ടിക്കും ആ വ്യക്തിക്കും ഒരുപാട് ഗുണം ചെയ്യും. ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അത് ആ പാർട്ടിക്ക് അനുകൂലമായി, എന്താണ് ഈ പറഞ്ഞ സഹതാപ തരംഗ വോട്ടുകൾ പോലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അത് കോൺഗ്രസിന്, ഇപ്പൊ മമതയെ അഴിച്ചുവിടുന്ന അക്രമം മമതയ്ക്ക് തിരിച്ചടിയാവുകയും കോൺഗ്രസിനും BJPക്കും CPMനും അത് അനുകൂലമാക്കി എടുക്കാൻ കഴിയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അത് കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുക BJPക്കായിരിക്കും. എന്നാൽ മറിച്ചൊരു കാര്യമുണ്ട്. BJP ആണ് അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെടുകയും മമത പരാജയപ്പെടുകയും അവിടെ BJP ആണ് അധികാരത്തിൽ വരുന്നതെങ്കിലും ബംഗാളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് ഏകാധിപതിയായ അല്ലെങ്കിൽ ഒരു ഏകാധിപതി ഭരിക്കുന്ന സംസ്ഥാനമാണ് ബംഗാൾ എന്ന് പറയുന്നത്. അവിടെ BJP ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവിടെ ഒരിക്കലും ജനാധിപത്യം പുലരാൻ പോകുന്നില്ല. അവിടെ വീണ്ടും ഉണ്ടാകാൻ പോകുന്നത് ഏകാധിപത്യ ഭരണം തന്നെയായിരിക്കും. അവിടെയാണ് ഒരു സംശയമുള്ളത്. ഇന്ന് നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ CPMനോ കോൺഗ്രസിനോ ബംഗാളിൽ വലിയ മാജിക് ഒന്നും കാണിക്കാൻ കഴിയില്ലെങ്കിലും വ്യക്തമായ അല്ലെങ്കിൽ അവരുടെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയും. നന്നായി രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നന്നായി അവരോട് വർക്ക് ചെയ്താൽ നഷ്ടപ്പെട്ടു പോയ ബംഗാൾ തിരിച്ചു പിടിക്കാൻ ഇവർക്ക് ഈ രണ്ടു കൂട്ടർക്കും കഴിയുന്ന ഒരു സാഹചര്യം കൂടി മമത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്.
അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകെട്ടക്കാർ വ്യാപകമായി ബംഗാളിലേക്ക് എത്തുന്നുവെന്നാണ് BJP പറയുന്നത്. SIR വലിയ തോതിൽ വോട്ട് വെട്ടിമാറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ബംഗാൾ പിടിക്കാൻ അരയും തലയും മുറിക്കാണ് BJP രംഗത്തുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാളിൽ ക്യാമ്പ് ചെയ്താണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഭരണം പിടിച്ചേ മതിയോ. കാരണം മമതാ ബാനർജിയുടെ ഏകാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിക്കാനാണ് BJP രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുമാത്രമല്ല, മമതാ ബാനർജി ആദ്യഘട്ടത്തിൽ തനിക്ക് ഭരണം ലഭിച്ചത് എങ്ങനെയാണെന്ന് മറന്നുപോയി. കാരണം സിംഗൂറിലും നന്ദഗ്രാമിലും കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമെതിരെ ഉണ്ടായ വെടിവെപ്പും അതേ തുടർന്നുണ്ടായ സമരങ്ങളുമാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണം വരാൻ ഒരു സാഹചര്യം ഒരുക്കിയത്. എന്നാൽ CPM ചെയ്തതിന്റെ 10 ഇരട്ടി പ്രഹരശക്തിയിലാണ് ബംഗാളിൽ മമതാ ബാനർജി ഇപ്പോൾ അക്രമം വിട്ടുകൊണ്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ക്രിമിനലുകൾ ഇതര രാഷ്ട്രീയ പാർട്ടികൾ ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ തല്ലി തകർക്കുന്നു. ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം തടയാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ വ്യാപകമായി ഗുണ്ടാ വിളയാട്ടമാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. സ്വാഭാവികമായും ഈ ഗുണ്ടാ വിളയാട്ടത്തിന് എതിരെ നിൽക്കുന്ന, ഈ ഗുണ്ടാ വിളയാട്ടത്തിന് അതേ രൂപത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന BJPയുടെ ഒപ്പം ആളുകൾ പോകുമെന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ബംഗാളിൽ CPM അക്രമം അഴിച്ചുവിട്ടപ്പോൾ CPM ഇതേ രൂപത്തിൽ മമത ഇപ്പോൾ എന്താണോ ചെയ്തത് അതിന്റെ മറ്റൊരു പതിപ്പ് ബംഗാളിൽ നടത്തിയപ്പോഴാണ് അവിടെ CPMനെ പ്രതിരോധിക്കാൻ മമതാ ബാനർജിക്കൊപ്പം ആളുകൾ നിന്നത്. അത് CPMന്റെ ആ രീതി മമതാ ബാനർജി കൈക്കൊണ്ടപ്പോൾ മമതാ ബാനർജിയെ പ്രതിരോധിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തുള്ള കേന്ദ്ര ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് കേന്ദ്ര സേനയടക്കമുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഉപയോഗപ്പെടുത്തി BJP പ്രതിരോധം തീർക്കുമ്പോൾ ആളുകൾ BJPക്കൊപ്പം നിൽക്കും. അതാണ് ഇപ്പോൾ ബംഗാളിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ബംഗാളിൽ മമതാ ബാനർജിയുടെ അടിവേരറുക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇതെങ്കിൽ പിന്നീട് ബംഗാൾ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും തൃണമൂൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവിന് കഴിയില്ല എന്നത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ മമതയ്ക്ക് രാഷ്ട്രീയപരമായി നേട്ടങ്ങൾ കൊയ്യാൻ കാരണമായ നന്ദഗ്രാമിലെയും സിംഗൂരിലെയും സമരത്തിന്റെ മുന്നണി പോരാളിയായ സുവേന്ദു അധികാരിയെ പോലെയുള്ള വ്യക്തികളൊക്കെ ഇപ്പം മറുഭാഗത്ത് മമതയ്ക്കെതിരായിട്ട് തന്നെ BJPക്കൊപ്പമാണുള്ളത്. അവർക്ക് കൃത്യമായി മമതയ്ക്ക് എവിടെ കൊണ്ടാൽ മമതയ്ക്ക് വേദനിക്കുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് BJP കൃത്യമായി അവരുടെ സംഘടനാ സംവിധാനവും കേന്ദ്ര ഭരണവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ബംഗാളിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയാണല്ലോ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഒരു വനിതാ ബില്ലിന്റെ കാര്യം പോലും പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായും വനിതാ ബിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വോട്ടാക്കി മാറ്റാൻ തന്നെയാണ് BJP ശ്രമിക്കുന്നത്. അത് മാത്രമല്ല, ബംഗാളിൽ ഭരണം പിടിക്കുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ലോക്സഭയ്ക്കകത്ത് തൃണമൂൽ കോൺഗ്രസുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ബംഗാളിൽ മമതാ ബാനർജിയുമായി നേർക്കുനേറാണ് BJP പോരാടുന്നത്. അവിടെ മമതാ ബാനർജിയുടെ ഭരണം അവസാനിപ്പിച്ച് BJPക്ക് അധികാരത്തിൽ വരാൻ തന്നെയാണ് കേന്ദ്ര ഭരണത്തിന്റെ എല്ലാ സ്വാധീനവും ഉപയോഗപ്പെടുത്തുന്നത്. മമതയ്ക്ക് ഒരു പതനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മമതയുടെ അഹങ്കാരത്തിന്റെയും അതോടൊപ്പം തന്നെ മമതയുടെ തൻപോരിമയുടെയും ഒരു ഫലമായിട്ട് ഉണ്ടാവുന്ന പതനമായിരിക്കില്ലേ ബംഗാളിൽ ഉണ്ടാവുന്നത്. തീർച്ചയായും ഇപ്പോൾ ബംഗാളിൽ മമതയുടെ കാലിടറിയല്ല, അല്ലെങ്കിൽ മമത പരാജയപ്പെട്ടാൽ ചേട്ടൻ പറഞ്ഞതുപോലെ മമതയ്ക്ക് ഒരു തിരിച്ചൊരു ബംഗാളിലേക്ക് അത്ര എളുപ്പമല്ല. തിരിച്ചു വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ഞാൻ പറഞ്ഞ ഒരു ജനാധിപത്യ രീതിയിൽ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി ആയിരുന്നുവെങ്കിൽ അവർക്ക് തിരിച്ചു വരാമായിരുന്നു. ഏകാധിപത്യ ആയിട്ടുള്ള ഭരണം അല്ലെങ്കിൽ ഏകാധിപത്യ രീതിയിലുള്ള CPMനെ പരാജയപ്പെടുത്തുമ്പോൾ ഏത് നിലയിലായിരുന്നു CPM, അതേ രീതിയിലാണ് മമത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മമതയുടെ ഏകാധിപത്യ ഭരണത്തെ അംഗീകരിക്കാൻ ബംഗാളുകാർക്ക് കഴിയില്ല. അത്രത്തോളം ബംഗാളിലെ ജനങ്ങൾ മമതയെ വെറുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് ഈ പരാജയം മമത ചോദിച്ചു വാങ്ങുന്ന പരാജയം തന്നെയായിരിക്കും. തീർച്ചയായും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനകത്ത് കൃത്യമായി ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. ഉയർന്ന പോളിംഗ് ശതമാനം അടക്കം അതാണ് കാണിക്കുന്നത്. ബംഗാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ വരും ദിവസങ്ങളിൽ ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം വലുതായിരിക്കും. ആ മാറ്റത്തിൽ മമത വിയർത്തൊലിക്കുമോ, ആ മാറ്റത്തിന്റെ കുത്തൊഴുക്കിൽ മമതയും ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഒലിച്ചു പോകുമെന്ന് നമുക്ക് മെയ് 4 തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നാൽ മാത്രമേ വ്യക്തമായ ഒരു ചിത്രം മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷേ ബംഗാളിലെ രാഷ്ട്രീയങ്ങൾ നിരീക്ഷിക്കുമ്പോൾ BJPക്ക് തന്നെ ഒരു നേരിയ എഡ്ജ് ബംഗാൾ രാഷ്ട്രീയത്തിലുണ്ട്, ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്.